എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നിങ്ങളുടെ സ്വന്തം അളവിൽ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. അതിനായിട്ടൊരു തുണി എടുക്കുക. 2.5 മീറ്റർ തുണി മതി. അതിനുശേഷം 2 മതി, നിങ്ങളുടെ വണ്ണം അനുസരിച്ചിരിക്കും. തുണി മടക്കിയിട്ടതിന് ശേഷം 4 പീസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റുള്ളൊരു ടോപ്പ് എടുക്കുക. അതായത് നിങ്ങളുടെ വണ്ണം കറക്റ്റായിരിക്കണം, നീളം നിങ്ങളുടെ കറക്റ്റായിരിക്കണം. അതിനുശേഷം ഈ കൈക്കുഴിയുടെ ഈ ഭാഗം മുതൽ ഇപ്പുറത്തെ കൈക്കുഴിയുടെ ഭാഗം വരെ നന്നായിട്ട് പിടിച്ച് വലിച്ച് എത്രയുണ്ടെന്ന് അളക്കണം. ആ അളന്നതിൻ്റെ കൂടെ 2 ഇഞ്ച് അധികം ഇടുക. അത് നിങ്ങൾ തുണിയിൽ മാർക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ 10 ഇഞ്ചായിരുന്നു, അതിൻ്റെ കൂടെ 2 ഇഞ്ച് അധികം ഇട്ട് 12 ഇഞ്ച്. അതിനുശേഷം നിങ്ങൾ ഷോൾഡർ ഭാഗത്ത് നിന്ന് ടോപ്പിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടം വരെ അളക്കുക. ആ അളന്ന് കിട്ടിയതിൻ്റെ കൂടെ നിങ്ങൾ 1.5 ഇഞ്ച് അധികം ഇട്ടിട്ട് വേണം അളന്ന് എഴുതാൻ. നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്. ഇവിടെ മുതൽ ഇവിടം വരെ നമ്മുടെ എത്ര ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് അധികം ഇട്ടിട്ട് വേണം അടയാളപ്പെടുത്താൻ. പിന്നീട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിടുക. അടുത്തത് കഴുത്താണ്. കഴുത്തിൻ്റെ വീതിയാണ് നമ്മൾ എടുക്കുന്നത്. 2.5 ഇഞ്ചാണ് ഞാനിവിടെ എൻ്റെ അളവനുസരിച്ച് അടയാളപ്പെടുത്തുന്നത്. നോർമലി ഉള്ളവർക്ക് 2 ഇഞ്ച് മതി. അതിനുശേഷം താഴോട്ട് കഴുത്തിൻ്റെ ഇറക്കമാണ് അടയാളപ്പെടുത്തുന്നത്. ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. നോർമലി എല്ലാവർക്കും ഒരു 6 ഇഞ്ച് മതി. നല്ല വണ്ണമുള്ളവർ വേണമെങ്കിൽ ഒരു 6.5 ഇഞ്ചൊക്കെ എടുത്തോളൂ. അതുപോലെ തന്നെ നോർമലി കഴുത്ത് ഒരു 2 ഇഞ്ച് മതി. ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് നമ്മൾ 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ വേണ്ടോയെന്നുള്ളവർക്ക് 6 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തിയാൽ മതി. ബാക്ക് ഇച്ചിരി കയറി കഴുത്ത് ഒരുപാട് ഇറങ്ങണ്ടെന്നുള്ളവർ 4 ഇഞ്ച് എടുത്തോളൂ. അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും 6 ഇഞ്ച് എടുത്താൽ മതി. സ്ക്വയർ നെക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. തയ്ച്ച് പഠിക്കാൻ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലതാണ്. അടുത്താണ് നമ്മുടെ ഷോൾഡർ. നമ്മൾ 4 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം താഴോട്ട് നമ്മൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മുടെ വണ്ണത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ കറക്റ്റ് അടയാളപ്പെടുത്തും. ഈ കൈക്കുഴിയുടെ ഭാഗം അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇങ്ങനെ 1 ഇഞ്ച് വരച്ച് നമ്മൾ കൃത്യമായിട്ട് വരച്ച് ഒരു കർവ് പോലെ വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. കൈക്കുഴി അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് നമ്മൾ താഴോട്ട് ഒരു 13.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. വലിയ വണ്ണമൊന്നും ഇല്ലാത്തവർക്ക് 13 മതി. ഇച്ചിരിയൊക്കെ ഉള്ളവർക്കൊരു 13.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മുടെ ഇടുപ്പ് സൈഡാണ്. ഞാൻ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല വണ്ണം ഉള്ളവർ ആ വണ്ണം ഇടുപ്പ് സൈഡിൽ അളന്നതിന് ശേഷം വേണം അളക്കാൻ. അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരു കർവ് വരയ്ക്കുക. ഇനി നമ്മൾ ലെങ്ത് എടുത്ത് നിന്ന് നമുക്ക് എത്രയാണ് ടോപ്പിന് വീതി വേണ്ടതെന്ന് വെച്ചാൽ ആ ബോട്ടം വീതി നമ്മൾ അടയാളപ്പെടുത്തണം. അത് നമ്മളൊരു 12 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്ലിറ്റിൻ്റെ അടയാളപ്പെടുത്തിയെടുത്തോട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അടുത്തത് കട്ടിംഗ് ആണ്. നമ്മൾ ആദ്യം നെക്കാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടും ബാക്കും 2 അളവ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും കുറവുള്ള ബാക്ക് നെക്കാണ് നമ്മൾ 2 പീസ് ഉണ്ടായിട്ട് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. കത്രികയൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വേണം അത് ചെയ്യാൻ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ഷോൾഡർ എടുത്ത് ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് നമ്മൾ ഈ കൈക്കുഴിയുടെ സൈഡിലോട്ടുള്ള ഭാഗം ഒന്ന് ചരിച്ചിങ്ങനെ കട്ട് ചെയ്യണം. അതിന് ശേഷം ഇങ്ങനെ കർവ് സൈഡിലോട്ട് ഇങ്ങനെ വെട്ടുക. കർവിലൂടെ വെട്ടാവുള്ളൂ. ആ കോൺ പോലിരിക്കുന്ന സൈഡിലോട്ട് വെട്ടരുത്. അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ നന്നായിട്ട് വളച്ച് വൃത്തിയായിട്ട് വരച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കർവ് സൈഡൊക്കെ വരച്ചത് നന്നായിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അതൊക്കെ നന്നായിട്ട് വെട്ടുക. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെട്ടി അവിടെ നമുക്കൊരു പോയിൻ്റ് അടയാളപ്പെടുത്തണം. പിന്നെ മതി. ഇപ്പം നമുക്ക് വെട്ടിപ്പോവാം. പീസൊന്നും ചുളുങ്ങാതെ നല്ല വൃത്തിയായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ 2 സൈഡും 2 അളവായിപ്പോവും. ഇനി നമുക്ക് ആ സ്ലിറ്റിൻ്റെ പോയിൻറ്റിൽ ഒരു കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് സ്ലിറ്റ് അടയാളപ്പെടുത്തുമ്പോൾ തയ്ക്കാനുള്ള സമയത്ത് അതൊരു എളുപ്പമായിരിക്കും. നമ്മൾ 2 പീസായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് കഴുത്തിന് 6 ഇഞ്ചല്ലേ, അതെടുത്തിട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ആ 2 പീസ് തമ്മിലൊരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി താഴെ നിന്ന് എടുക്കുന്നത്. എനിക്ക് 12 ഇഞ്ച് മൊത്തം സ്ലീവ് അലവൻസ് ഉൾപ്പെടെ അത് മതി. അതുകൊണ്ട് അതെടുത്തു. അവിടുന്ന് ഞാൻ എൻ്റെ കൈവണ്ണത്തിൻ്റെ എക്സ്ട്രാ ഇട്ടൊരു 12 ഇഞ്ച് തുണി ഉണ്ടായതുകൊണ്ട് അത്രയും എടുത്തു. ഒരു 10 ഇഞ്ചായാലും മതി.
എടുത്തിട്ട് ഇങ്ങനെ ഒരു വര വരച്ചു. അവിടുന്ന് താഴോട്ട് ഞാനൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി. എല്ലാവരും 3 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം എൻ്റെ കൈയുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി. അതിനുശേഷം ചരിച്ച് വരച്ചു. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഞാൻ വരച്ചു. ഇതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഇല്ലാത്ത പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നെക്കിൻ്റെ അടുത്ത് പതിച്ചടിക്കാൻ വേണ്ടി ഒരു 6 ഇഞ്ചോ 5.5 ഇഞ്ചോ വീതിയും ഒരു 8-9 ഇഞ്ച് ഇറക്കമുള്ള 2 പീസ് തുണി നമുക്ക് വേണം. നമുക്ക് കഴുത്ത് വെച്ച് അടിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ. നന്ദി, നമസ്കാരം.